ഇതുവരെയുള്ള പ്രസൻറ്റേഷനിലെല്ലാം നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി നിങ്ങൾ റിമൈൻഡ് ചെയ്യുക മാത്രമാണ് ചെയ്തിരുന്നത്. ഇനി നമുക്ക് നമ്മുടെ പ്രോബ്ലം സെക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടാണ്, അതിൻ്റെ തിയറി പോർഷനാണ് ഇനി പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. നല്ലോണം ശ്രദ്ധിച്ച് മനസ്സിലാക്കാം. പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട്. Transactions relating to partners should be recorded in their capital accounts. നോർമലി പാർട്ട്നേഴ്സിൻ്റെ എല്ലാ ട്രാൻസാക്ഷൻസും, പാർട്ട്നേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ട്രാൻസാക്ഷൻസും എവിടെയാണ് റെക്കോർഡ് ചെയ്യുന്നത്? ക്യാപിറ്റൽ അക്കൗണ്ടിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. ഇവിടെ നോക്കി നോക്കൂ, എസ് ക്യാപിറ്റൽ അക്കൗണ്ട്, അവിടെ എന്തുണ്ട്? ഓപ്പണിംഗ് ബാലൻസ് ഉണ്ട്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഉണ്ട്, ഡ്രോയിങ്സ് ഉണ്ട്, പിന്നെന്താണ്? പ്രോഫിറ്റിൻ്റെ ഷെയർ ഉണ്ട്, അല്ലേ? ഇങ്ങനെയുള്ള പാർട്ട്നേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്യുന്നതിനുള്ള അക്കൗണ്ടാണ് എന്ത്? പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. നോർമലി ഈച്ച് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ് സെപ്പറേറ്റ്ലി. ഓരോ പാർട്ട്നേഴ്സിൻ്റെയും ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ സെപ്പറേറ്റ് ആണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇവിടെ നോക്കൂ, എസ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്നാണ് കൊടുത്തിരിക്കുന്നത്. എ എന്ന് പറയുന്നത് പാർട്ട്ണറുടെ പേരായിരിക്കാം. ഇനി വേറൊരാളുണ്ടെങ്കിൽ, ബി എന്ന് പറയുന്ന ഒരാളുണ്ടെങ്കിൽ ബീസ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ഒരു അക്കൗണ്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. മനസ്സിലായോ നിങ്ങൾക്ക്? അതായത് എല്ലാ പാർട്ട്നേഴ്സായിട്ട് റിലേറ്റ് ചെയ്ത എല്ലാ കാര്യങ്ങളും ക്യാപിറ്റൽ അക്കൗണ്ട്സിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. അത് ഓരോരുത്തർക്കും ഓരോ ക്യാപിറ്റൽ അക്കൗണ്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി രണ്ട് മെത്തേഡുകളാണ് പ്രധാനമായിട്ടും പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത്. ഒന്ന് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡും രണ്ടാമത്തത് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡും. ഈ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ രണ്ട് അക്കൗണ്ട്സ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. ഏതൊക്കെയാണത്? ക്യാപിറ്റൽ അക്കൗണ്ടും രണ്ടാമത്തത് കറണ്ട് അക്കൗണ്ടും. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ ആകെ എത്ര അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്താൽ മതി? ഒറ്റ അക്കൗണ്ട് മാത്രം മെയിൻറ്റെയിൻ ചെയ്താൽ മതി, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ആകുമ്പോൾ അവിടെ രണ്ട് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യണം. അത് എന്തുകൊണ്ടാണെന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ്. 2 accounts are maintained for each partners. ഏതൊക്കെയാണ് രണ്ട് അക്കൗണ്ട്? ക്യാപിറ്റൽ അക്കൗണ്ടും കറണ്ട് അക്കൗണ്ടും. ചേഞ്ച് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു വരച്ച് കൊടുത്തിട്ടുണ്ട് അല്ലേ? അതായത് നോ ചേഞ്ച് ആണ്. ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഒരു ചേഞ്ചും കാണിക്കാത്ത അക്കൗണ്ടാണ് എന്ത്? ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ പ്രിപ്പയർ ചെയ്യുന്ന ക്യാപിറ്റൽ അക്കൗണ്ട്. ദി ബാലൻസ് ഇൻ ക്യാപിറ്റൽ അക്കൗണ്ട് വിൽ നോട്ട് ബി ചേഞ്ച്ഡ് unless some additional capital is introduced or some amount of capital is withdrawn by an agreement among the partners. അതായത് എന്തെങ്കിലും ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുകയോ അഡീഷണൽ ക്യാപിറ്റലായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ക്യാപിറ്റലിൽ നിന്ന് എന്തെങ്കിലും വിഡ്രോവൽസ് നടത്തുകയോ ചെയ്താൽ മാത്രം മാറ്റം വരുന്ന അക്കൗണ്ടാണ് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിലെ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇനി സ്വാഭാവികമായിട്ടും അവിടെ അഡ്ജസ്റ്റ് ചെയ്യേണ്ട വേറെ കുറേ സാധനങ്ങളുണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ നേരത്തെ എക്സാമ്പിളിൽ കണ്ടു അല്ലേ? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഉണ്ടാവും, ഡ്രോയിങ്സ് ഉണ്ടാവും, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഉണ്ടാവും, സാലറി കമ്മീഷൻ ഇതൊക്കെ കൊടുക്കാനുള്ള ഓപ്ഷൻ ഡീഡിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കാനുണ്ടാവും. അതുപോലെ ഷെയർ ഓഫ് പ്രോഫിറ്റ് ഉണ്ടാവും. ഇതെല്ലാം റെക്കോർഡ് ചെയ്യുന്നത് പാർട്ട്നേഴ്സിൻ്റെ ഏത് അക്കൗണ്ടിലാണ്? കറണ്ട് അക്കൗണ്ടിലാണ്. These are recorded in partners current account and hence the balance of current account is always changing. അതായത് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? പാർട്ട്നേഴ്സിൻ്റെ കറണ്ട് അക്കൗണ്ട് ബാലൻസ് എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. കാരണം ഇതൊക്കെ എപ്പോഴും സെയിം എമൗണ്ട് ആവില്ല വരുന്നുണ്ടാവുക. ഓരോ എമൗണ്ടുകളും ഓരോ വർഷവും മാറി മാറിയൊക്കെ വന്നു എന്ന് വരാം, അല്ലെങ്കിൽ ഓരോ മാസവും മാറി മാറി വന്നു എന്ന് വരാം. അപ്പോൾ എന്താണ്? ബാലൻസും മാറി മാറി വരും. അതേസമയം ക്യാപിറ്റൽ അക്കൗണ്ടിൽ ആകെപ്പാടെ കോൺട്രിബ്യൂട്ട് ചെയ്ത ക്യാപിറ്റൽ മാത്രമേ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അവിടെ എന്ത് വരില്ല? ഒരു മാറ്റവും വരില്ല. പിന്നെ മാറ്റം വരണമെങ്കിൽ എന്ത് വേണം? അഡീഷണൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ ക്യാപിറ്റലിൽ നിന്ന് എന്തെങ്കിലും വിഡ്രോവൽസ് നടത്താം. നമുക്ക് അതിന് ഫോർമാറ്റ് പരിചയപ്പെടുമ്പോൾ ഒന്നുകൂടെ ക്ലിയർ ആവും. നോക്കി നോക്കൂ, ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഫോർമാറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഒന്ന് ഓപ്പണിംഗ് ബാലൻസ്, അടുത്ത ഐറ്റം ഏതാണ്? ക്യാപിറ്റൽ, ഫ്രഷ് ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ്ഡ് അല്ലെങ്കിൽ അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ്ഡ്. പിന്നെ എന്താണ്? വിഡ്രോവൽസ്, ബാങ്കിൽ നിന്ന് കൊടുത്തിട്ടുണ്ട് പെർമനൻറ്റ് വിഡ്രോവൽ ഓഫ് ക്യാപിറ്റൽ. ക്യാപിറ്റൽ സ്ഥിരമായിട്ട് വിഡ്രോ ചെയ്ത് കൊണ്ടുപോവുക. ഒരു കുറച്ച് ആവശ്യത്തിന് വേണ്ടിയിട്ടല്ല, കുറച്ച് മാസത്തേക്ക് വേണ്ടിയിട്ടല്ല. ഒരു 40 lakhs വെച്ചിട്ട് അവർ കോൺട്രിബ്യൂട്ട് ചെയ്തു. പിന്നെ ബിസിനസ് കുറേ ഓടി കഴിഞ്ഞപ്പോൾ ഇത്രയൊന്നും ആവശ്യമില്ല എന്ന് മനസ്സിലായപ്പോൾ ഒരു 10 lakhs വെച്ചിട്ട് പാർട്ട്നേഴ്സ് വിഡ്രോ ചെയ്തു. അങ്ങനെ ഒരു അവസ്ഥ വരികയാണെങ്കിൽ അതെല്ലാം റെക്കോർഡ് ചെയ്യുന്നത് എവിടെയാണ്? പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലാണ്. നോർമലി എല്ലാ വർഷങ്ങളിലും എന്തുണ്ടാവില്ല? ഫ്രഷ് ക്യാപിറ്റൽ ഇൻട്രൊഡക്ഷനും അതുപോലെ വിഡ്രോവൽസും ഉണ്ടാവാൻ വഴിയില്ല. അപ്പോൾ എന്താണ്? കുറേ വർഷങ്ങൾ ചിലപ്പോൾ ഇങ്ങനെ തന്നെ പോകും. എത്രയാണോ ഓപ്പണിംഗ് ബാലൻസ് അത്ര തന്നെ ക്ലോസിംഗ് ബാലൻസ് ക്യാപിറ്റലിൻ്റെതായിട്ട് ഇങ്ങനെ മാറി മാറി അങ്ങനെ ഇതായിട്ട് മാറ്റമില്ലാതെ അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും.
അതുകൊണ്ടാണ് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് എന്നുള്ള പേര് ഈ ക്യാപിറ്റലിന് വന്നിരിക്കുന്നത്. അതായത് ഈ ക്യാപിറ്റൽ മെത്തേഡിൽ ക്യാപിറ്റൽ എപ്പോഴും എന്തായിരിക്കും? ഫിക്സഡ് ആയിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും, മാറ്റങ്ങളൊന്നും തന്നെ വരികയില്ല. ഓക്കെ, ഇനി മാറ്റങ്ങളൊക്കെ വരുന്നത് എവിടെയാണ്? പാർട്ട്നേഴ്സിന്റെ കറണ്ട് അക്കൗണ്ടിലാണ്. അതിൽ എന്തൊക്കെയുണ്ട്? ഈ പറഞ്ഞ പോലെ ഓപ്പണിംഗ് ബാലൻസ് ഉണ്ട്, സാലറി, കമ്മീഷൻ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ, അതായത് ഷെയർ ഓഫ് പ്രോഫിറ്റ് ആണ് ഈ പറയുന്നത് കേട്ടോ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ എന്ന് പറയുന്നത് എന്താണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ചെയ്യുന്നതിന് മുൻപേ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ട് ഉള്ള കിട്ടുന്ന പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്യാനായിട്ട് കൊണ്ടുപോയിടുന്ന അക്കൗണ്ടിന്റെ പേരാണ് എന്ത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ഈ അക്കൗണ്ടിൽ നിന്നാണ് ഈ പ്രോഫിറ്റ് ആർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത്? പാർട്ട്നേഴ്സിന് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. പ്രോഫിറ്റ് ആണെങ്കിൽ ഈ സൈഡിലും ലോസ് ആണെങ്കിൽ ഈ സൈഡിലുമാണ് കാണിക്കുന്നത്. ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, കറണ്ട് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്കുള്ള ബാലൻസിനെ കൂട്ടുന്നതെല്ലാം ക്രെഡിറ്റ് സൈഡിലും ഈ ബാലൻസിൽ നിന്ന് എമൗണ്ട് കുറയുന്നതെല്ലാം ഏത് സൈഡിലാണ് എഴുതുന്നത്? ഡെബിറ്റ് സൈഡിലുമാണ് റെക്കോർഡ് ചെയ്യുന്നത്. ഇക്കാര്യം എപ്പോഴും ഓർമ്മയിൽ വെച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? ഈ കറണ്ട് അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും എല്ലാം ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ക്യാപിറ്റലിൻ്റെ കൂടെ ആഡ് ചെയ്ത് വരുന്നത്, ക്യാപിറ്റൽ വീണ്ടും വീണ്ടും വർദ്ധിക്കുന്നതൊക്കെ ക്രെഡിറ്റ് സൈഡിലും, ക്യാപിറ്റലിൽ നിന്ന് കുറവ് സംഭവിക്കുന്നത് വിഡ്രോ ചെയ്യുക, അതേപോലെ എന്താണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് വരിക, ഇതെല്ലാം എവിടെയാണ് വരുന്നത്? ഡെബിറ്റ് സൈഡിലുമാണ് വരുന്നത്. ഓക്കെ, ഇനി അടുത്ത ടൈപ്പ് ഓഫ് ക്യാപിറ്റൽ ആണ് എന്ത്? ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്. ഓൺലി വൺ അക്കൗണ്ട് ഈസ് മെയിൻറ്റെയിൻഡ്. ഒറ്റ അക്കൗണ്ട് മാത്രമാണ് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യുക. അതെന്താണ്? പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. All the items affecting partners capital account is recorded, such as interest on capital, interest on drawings, salary, commission, share of profit or loss, etc. അതായത് ഈ ഐറ്റം എല്ലാം നമ്മൾ എവിടെ തന്നെ റെക്കോർഡ് ചെയ്യുന്നത്? പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ തന്നെയാണ് റെക്കോർഡ് ചെയ്യുന്നത്. ബാലൻസ് ഇൻ ദി ക്യാപിറ്റൽ അക്കൗണ്ട് കീപ്സ് ഓൺ ഫ്ലക്ച്വേറ്റിംഗ് ഇയർ ആഫ്റ്റർ ഇയർ. ഓരോ വർഷം മാറിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് അതിനെ ഏത് മെത്തേഡായിട്ട് പറയുന്നത്? ഫ്ലക്ച്വേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ മാറ്റങ്ങൾ വരുന്നത്. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ പ്രൊഫോമയാണ് കൊടുത്തിട്ടുള്ളത്. ഒന്നുമില്ല, നേരത്തെ കൊടുത്ത കറണ്ട് അക്കൗണ്ടിൻ്റെയും ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെയും കൂടെ ഒരു കളക്ഷനാണ്, ഒരുമിച്ച് ചേർത്തിട്ടുള്ള രൂപമാണ് ഇവിടുത്തെ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട്. നേരത്തെ നമ്മൾ കണ്ടു എന്താണ്? പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് എവിടെ കൊടുത്തിട്ടുണ്ടാവും? ക്യാപിറ്റൽ അക്കൗണ്ടിൽ കൊടുത്തിട്ടുണ്ടാവും. ആ ഓപ്പണിംഗ് ബാലൻസ് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഇനി കറണ്ട് അക്കൗണ്ടിൽ കൊടുത്തിട്ടുള്ള അഡീഷണൽ ഐറ്റം, സാലറി, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇതൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രൊഡക്ഷൻ നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിലാണ് കണ്ടത്, അതും ഇവിടെ ചേർത്തിട്ടുണ്ട്. ഇനി ഡ്രോയിങ്സ് നമ്മൾ എവിടെ കണ്ടിട്ടുണ്ട്? ക്യാപിറ്റൽ അക്കൗണ്ടിൽ കണ്ടിട്ടുണ്ട്, അത് ഇവിടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഷെയർ ഓഫ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് എന്ന് പറയുന്നത് എവിടെയാണ് നമ്മൾ കണ്ടത്? കറണ്ട് അക്കൗണ്ടിലാണ് കണ്ടത്. പക്ഷെ അത് ഇവിടെ എവിടെയാണ് ചേർത്തിരിക്കുന്നത്? പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലാണ് ചേർത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ കറണ്ട് അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും കൂടി യോജിപ്പിച്ചാൽ, അതിനെ ഒരുമിച്ച് ചേർത്ത് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ കൊണ്ടുവന്ന് എഴുതുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഏത് ക്യാപിറ്റൽ മെത്തേഡ് എന്ന് വിളിക്കുന്നത്? ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആയിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ഒന്നുമില്ല, പാർട്ട്നേഴ്സിന്റെ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ ക്യാപിറ്റൽ എപ്പോഴും ഫിക്സഡ് ആയിരിക്കും. അപ്പൊ അതിലാകെ 3 ഐറ്റമാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുക. 3 അല്ല 4 ഐറ്റം, ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും. ഇടയിൽ വരുന്ന 2 ഐറ്റം എന്താണ്? അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും അതുപോലെ ക്യാപിറ്റലിൽ നിന്ന് വിഡ്രോ ചെയ്യുന്നതും. ഇത് മാത്രമേ റെക്കോർഡ് ചെയ്യുള്ളൂ. ബാക്കി വരുന്ന എല്ലാ ഐറ്റംസും, സാലറി, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, അതുപോലെ കമ്മീഷൻ, അതുപോലെ എന്താണ് പ്രോഫിറ്റിന്റെ ഷെയർ, ലോസിന്റെ ഷെയർ, ഇതെല്ലാം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത് എവിടെയാണ്? കറണ്ട് അക്കൗണ്ടിലാണ്. അപ്പൊ അവിടെ ക്യാപിറ്റൽ എപ്പോഴും ഫിക്സഡ് ആയിരിക്കുന്നത് കൊണ്ട് നമ്മൾ അതിന് പറയുന്ന പേരാണ് എന്ത്? ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡിലേക്ക് വരുമ്പോൾ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡാണ്. കാരണം എന്താ? ഈ കറണ്ട് അക്കൗണ്ടിലത്തെയും ക്യാപിറ്റൽ അക്കൗണ്ടിലത്തെയും കൂടിയുള്ള എല്ലാ അഡ്ജസ്റ്റ്മെന്റും ഒറ്റ അക്കൗണ്ടിലാണ് റെക്കോർഡ് ചെയ്യുക. അത് ഏത് അക്കൗണ്ടിലാണ്? ക്യാപിറ്റൽ അക്കൗണ്ടിലാണ്. ഇവിടെ ക്യാപിറ്റൽ ബാലൻസ് എപ്പോഴും എന്തായിക്കൊണ്ടിരിക്കും? മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് നമ്മൾ അതിന് പറയുന്ന പേരാണ് എന്ത്? ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. 2 ടൈപ്പ് ഓഫ് ക്യാപിറ്റൽ മെത്തേഡ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഈസി ആയിട്ട് പറഞ്ഞു പോയി എന്നേ ഉള്ളൂ. നന്നായി മനസ്സിരുത്തി വീണ്ടും വീണ്ടും കേട്ട് മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.